വെൽക്കം ബാക്ക്. മജീദിന്റെയും സുഹറയുടെയും അനശ്വര പ്രണയത്തിന്റെ കഥയായ ബാല്യകാല സഖിയുടെ 80-ാം വാർഷികമാണിന്ന്. മലയാളികൾക്കായി മഹത്തായ കൃതി സമ്മാനിച്ച എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സുഹൃത്തുണ്ട് വയനാട്ടിൽ. എഴുത്തുകാരനും വാഗ്മിയുമായ എച്ചോം ഗോപി ബഷീറിനൊപ്പമുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചെറുകഥാ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസായി 500 രൂപയും പുസ്തകം കിട്ടി എന്നറിഞ്ഞ് സന്തോഷിക്കുന്നു. ഇവിടെ ഭയങ്കര ചൂട്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോപിക്ക് എല്ലാ സഭകളും കൈവരട്ടെ. പോരുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ചെറുകഥ കൊണ്ടുവരണം. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു പ്രതിഭയാണ്. എത്രയോ സാഹിത്യകാരന്മാർ കാലാഹരണപ്പെട്ടിട്ടും ഇന്നും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ ഇന്നും മലയാളികളുടെ അടുത്തുണ്ട് എന്നുള്ളത്. സൗഹൃദം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് സാഹിത്യ ക്യാമ്പിൽ വെച്ചാണ് അന്നാണ് MT വാസുദേവൻ നായരും NB മുഖത്തും പറയേണ്ട വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഏക എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ ഞാൻ മനഃപ്പാടമാക്കിയിരുന്നു. അങ്ങനെയാണ് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോകുന്നത്. ആ പരിചയം അവസാനം വരെ നിലനിന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടിയാണ് ആസ്പത്രി കൊണ്ടാക്കിയത്. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കത്തുകൾ ധാരാളം എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ധന്യ നിമിഷമായി തോന്നുന്നത് ഞാൻ എൻ്റെ വിവാഹം നേരത്തെ കഴിക്കണമെന്ന് പറഞ്ഞാണ് വിവാഹത്തിന് ക്ഷണിക്കുക അനുഗ്രഹം മേടിക്കാൻ പോയതാണ്. പക്ഷേ നമ്മളെ കല്യാണ സ്ഥലത്ത് വൈക്കം മുഹമ്മദ് ബഷീറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഫാബി ബഷീറും ഫാമിലി അടക്കം ആ കല്യാണ സ്ഥലത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്തുകളൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ നമ്മളെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിട്ടാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അടക്കമാണ് വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിയുന്നത് റേഡിയോയിൽ കൂടിയാണ്. നമ്മൾ വയലിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴാണ് അമ്മ പറയുന്നത് ഇങ്ങനെ ഇവിടെ വന്ന ആ മഹാരഥൻ പോയി എന്നുള്ളത്. ഞാൻ അന്ന് തന്നെ അവിടേക്ക് ഓടി. അപ്പോൾ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട പോലെയായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. എല്ലാവരുടെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ സുഹറ മജീദ് എന്ന് പറഞ്ഞ ബാല്യകലാസഖി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ്. അദ്ദേഹം ധാരാളം വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ഒരു പ്രധാന കൃതി. ഇന്ന് മനുഷ്യ മനസ്സിൽ ബാല്യകലാസഖിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബേപ്പൂർ വൈലാലിൽ നിന്ന് വയനാട്ടിലേക്കുള്ള പാലമായിരുന്നു എച്ചോം ഗോപി. ബേപ്പൂർ സുൽത്താന്റെ എണ്ണമറ്റ വിശേഷങ്ങളും വർത്തമാനവുമൊക്കെയുള്ള കത്തുകൾ ഇന്നും അദ്ദേഹം നിധി പോലെ കാത്തുസൂക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.